ജാഫിന്റെ ഒരു ഉയർച്ച നമ്മൾ കണ്ടു അല്ലേ? കളികളൊക്കെ കൂടുതലായിട്ട് കിട്ടി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പർപ്പൂർ എഫ് സിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? പർപ്പൂർ എഫ് സിക്ക് വേണ്ടി ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും മാച്ചസ് കളിച്ചിരുന്നു? ക്ലബ് ജെയറാണ് മഞ്ചേരി. നമ്മളിന്ന് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നമ്മുടെ നാട്ടില് പ്രൊഫഷണൽ കളിക്കാർ ഒരുപാട് അധികമുണ്ട്. പക്ഷെ നമ്മൾക്ക് അവരെയൊന്നും അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് അവരെയൊന്നും പരിചയമില്ല. അത്തരത്തിലുള്ള പ്രൊഫഷണൽ കളിക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ മുമ്പിലുള്ളത് ജാഫി, 2012, അതായത് 13 വയസ്സായ താരം. അണ്ടർ 13 നാഷണൽ ഐ ലീഗ് കളിച്ച പ്ലെയർ കൂടിയാണ് ജാഫി. ബാംഗ്ലൂർ വെച്ചാണ് മത്സരം നടന്നത്. നമുക്ക് അവനോട് വിശേഷങ്ങൾ ചോദിക്കാം. കൺഗ്രാറ്റ്സ്. അണ്ടർ 13 നാഷണൽ ഐ ലീഗ് കളിച്ചിട്ടാണ് വരുന്നത് അല്ലെ? എവിടെ വെച്ചായിരുന്നു മത്സരങ്ങളുടെ? ബാംഗ്ലൂർ കിക്ക് സ്റ്റാർട്ട് അറീന. ഏതൊക്കെ ടീമുകളായിട്ടാണ് നമുക്ക് മത്സരങ്ങൾ ഉണ്ടായിരുന്നത്? ബാംഗ്ലൂർ എഫ് സി, കിക്ക് സ്റ്റാർട്ട്, വൈശിപൂട്ടിയ, ഐഫ, രാമൻസ്, പിന്നെ നമ്മള്. ഐ ലീഗ് മത്സരങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ല എക്സ്പീരിയൻസ് ആണ്. 5 അസിസ്റ്റ് എടുക്കാനായിരുന്നു. മത്സരങ്ങൾ എങ്ങനെയായിരുന്നു? ടഫ് ആയിരുന്നോ അതോ ഈസി ആയിരുന്നു? നല്ല ടഫ് മാച്ചസ് ആയിരുന്നു എല്ലാ മാച്ചസും. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് എത്തിപ്പെട്ടത്? മഞ്ചേരി ക്ലബ് ജൂനിയർ എനിക്ക് അവിടെ ബേബി ലീഗ് കളിക്കാൻ ചാൻസ് കിട്ടി. 6 മാസത്തോളം മത്സരങ്ങളായിരുന്നു. അതിൽ നിന്ന് തെരഞ്ഞെടുത്തു. അതിലും മികച്ച കളി കാഴ്ചവെച്ചപ്പോൾ നമുക്ക് പർപ്പൂർ എഫ് സിയിലേക്ക് സെലക്ഷൻ ലഭിച്ചു അല്ലെ? പർപ്പൂർ എഫ് സിക്ക് വേണ്ടി ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും മാച്ചസ് കളിച്ചിരുന്നോ? KFA സ്റ്റേറ്റ് യൂത്ത് ലീഗ് കളിച്ചിട്ടുണ്ട്. അതിൽ 9 ഗോളും 11 അസിസ്റ്റും നൽകിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു താരം ഉണ്ടാവും അല്ലെ? ഒരു ഐക്കൺ പ്ലെയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട താരാരാണ് ജാഫിന്റെ? ക്രിസ്ത്യാനോ റൊണാൾഡോ. ISL ടീം ബാംഗ്ലൂർ എഫ് സി. ജാഫിന്റെ ഒരു ഡ്രീം എന്താണ് ശരിക്കും? ഇന്ത്യൻ ടീമിൽ കളിക്കണം കൂട്ടണിയാണ് അല്ലെ? അപ്പോ ജാഫിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഉയർച്ച നമ്മൾ കണ്ടു അല്ലെ? കളികളൊക്കെ കൂടുതലായിട്ട് കിട്ടി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അതങ്ങനെ ഇതിലേറെ ഒന്നും കൂടി ഉഷാറ് കൂടിയിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞങ്ങളെ ആഗ്രഹം. അപ്പൊ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു ഇന്നതൊക്കെ ചെയ്ത് കൊടുത്തു കൊടുക്കണം തന്നെയാണ്. താങ്ക് യു. ജാഫിയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കട്ടെ. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പം അതേപോലെ ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തരാൻ നമുക്ക് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇന്ത്യയുടെ നീലക്കുപ്പായ അണിയാൻ ജാഫിക്കും സാധിക്കട്ടെ.